ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള PSC 2017 തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ നടത്തിയ LDC എക്സാമിൽ നിന്നുള്ള ഇംഗ്ലീഷിലെ 20 ചോദ്യങ്ങൾ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ചോദ്യപേപ്പറും ഈ ചാനൽ വഴി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ലക്ഷ്യം ഒരു ഗവൺമെൻറ് സർവീസാണ്. മുൻകാല ചോദ്യങ്ങളിലൂടെ നമുക്കും അതിൽ എത്തിച്ചേരാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 rupees ഡാഷ് എ ലാർജ് സം. കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 10,000 rupees ഡാഷ് എ ലാർജ് സം. ഓപ്ഷൻ ബി ഈസ് ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മെഷർമെൻറ്റ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം എന്നിവയുടെ കൂടെ എപ്പോഴും സിംഗുലർ വെർബേ ഉപയോഗിക്കുള്ളൂ. ഈ ഉപയോഗിക്കുന്ന സിംഗുലർ വെർബ് ആ സെനൻസുമായി ഒന്ന് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10,000 rupees ഈസ് എ ലാർജ് സം. അത് സ്വാഭാവികമായും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയായിരിക്കും. അപ്പോൾ ഈസ് ഉപയോഗിക്കും. കോൺകോഡിൽ ഈ ഒരു ഭാഗം ഓർത്തിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫങ്ഷൻ. യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിലെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗിലെ ചോദ്യം വരുമ്പോൾ ആദ്യം തന്നിട്ടുള്ള സെനൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുക. ഇവിടെ നൺ എന്നൊരു വാക്കുണ്ട്, നെഗറ്റീവ് വേർഡ്. അപ്പം നെഗറ്റീവ് വേർഡ് വേറെ ഒരു സെൽഡം, അതും ഒന്ന് ശ്രദ്ധിക്കുക. ഈ സെൽഡം എന്ന് പറയുന്നതും നെഗറ്റീവ് വാക്കാണ്. അപ്പോൾ ഇവിടെ നണ്ണ്, നോ അങ്ങനെയൊക്കെ വന്നാൽ നെഗറ്റീവാണ്. അപ്പോൾ തന്നിട്ടുള്ള സെനൻസിൽ നെഗറ്റീവ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരിക്കലും നെഗറ്റീവ് ടേം കാണില്ല. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഓപ്ഷനും ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വെർബ് നോക്കുക. V2 ആണ് കിടക്കുന്നത്, അറ്റൻഡൻ. അപ്പോൾ അറ്റൻഡൻ അപ്പം V2 ഫോമാണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സഹായക്രിയ ഏതാണ്? ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡിഡ് ആണ്. അപ്പോൾ ആൻസർ അതിൽ നിന്ന് തന്നെ ലഭിക്കും, ഡിഡ് ദേ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. എ ഹെഡ് ഓഫ് കാറ്റിൽ. അപ്പോൾ കന്നുകാലി കൂട്ടം, അതിനെ പറയും ഹെഡ് എന്നാ പറയുന്നത്. അപ്പോൾ കളക്റ്റീവ് നൗൺസിലെ കുറച്ച് ടേംസൊക്കെ ഒന്ന് കാണാണ്ടൊന്ന് പഠിച്ചിരിക്കുക. ഇതിൽ ഈ ഫ്ലീറ്റ് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഷിപ്പിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിപ്പിൻ്റെ കൂട്ടത്തെ ഫ്ലീറ്റ് എന്ന് പറയും. ഈ ഹെർഡും ചോദിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ഓർത്ത്, ഹെർഡിൽ വേറെ ബഫല്ലോ അതൊക്കെ വന്നാലും ഈ ബഫല്ലോയുടെ കൂട്ടവും ഹേർഡിലാണ് വരുന്നത്. പിന്നെ ഈ ഹേർഡിൽ വരുന്നത് ആ ഒരു മൃഗങ്ങളുടെ സ്വഭാവം ഒന്ന് നോക്കുക. എ ഹെഡ് ഓഫ് കാറ്റിൽ, എ ഹെഡ് ഓഫ് കൗസ്, എ ഹെഡ് ഓഫ് ഡീർ, എ ഹെഡ് ഓഫ് എലിഫൻറ്റ്സ്, എ ഹെഡ് ഓഫ് ജിറാഫ്സ്, എ ഹെഡ് ഓഫ് ഗോഡ്സ്, പിഗ്സ്. അപ്പോൾ ഇങ്ങനത്തെ സാധുവായ ജീവികൾ, അവയുടെ ഒരു കളക്റ്റീവ് കൂട്ടത്തെ നമ്മൾ ഹേർഡിലാണ് ഉപയോഗിക്കുന്നത്. ഇനി വന്യമൃഗങ്ങളുണ്ട്, അതായത് ലാൻ, പ്രൈഡ് ഓഫ് ലാൻഡ്സ് എന്നാ പറയുന്നത്. അപ്പോൾ ആ മൃഗങ്ങളുടെ ആ വ്യത്യാസവും ഒന്ന് ഓർത്തിരിക്കുക. ഇനി PSC ചോദിച്ചിട്ടുള്ളത് ഗേൾസിൻ്റെ കൂട്ടത്തെ എന്തെന്ന് പറയാം? ഗിഗിൾസ്, ഗിഗിൾ ഓഫ് ഗേൾസ്. അപ്പോൾ ആ GG അത് കണക്ട് ചെയ്ത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ക്രിക്കറ്റേഴ്സ്, അതിൻ്റെ കൂട്ടത്തെ പറയും എ ബോക്സ് ഓഫ് ക്രിക്കറ്റേഴ്സ് എന്ന് പറയും. അതിൽ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ തന്നിട്ടുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആക്കുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആകും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങുക. എ ബ്രിഡ്ജ്. ഇനി നോക്കുക, ഈ പാസീവ് വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടെൻസിനൊന്നും മാറ്റമില്ല. അപ്പോൾ എ ബ്രിഡ്ജ്
ഈസ്, കാരണം ബിൽറ്റ് ആണല്ലോ. ഇനി ഇവിടുത്തെ ഈസ് വരുമോ, ഹാസ് വരുമോ, വാസ് വരുമോ, ഈസ് വരുമോ നോക്കാം. ഇനി ഇവിടുത്തെ വെർബ് നോക്കുക, ക്രിയ. ബിൽറ്റ്, ബിൽഡിൻ്റെ V2 ഫോമാണ് ബിൽറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ V2 ഫോമാണ് ഉള്ളത്, അങ്ങനെയെങ്കിൽ തീർച്ചയായും വാസാണ് വരേണ്ടത്. ഇനി വേറെ ഒന്നും നോക്കണ്ട, വാസ് ഉള്ളത് ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. അടുത്ത ചോദ്യം, ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. കറക്റ്റ് ദ സെന്റൻസ്. ഓപ്ഷൻ ബി, ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. നമ്മൾ സാധാരണ പറയുന്നത്. The high price surprised him. The underlined word belongs to which part of speech? അപ്പോൾ ഹൈ പ്രൈസ്, അതിൽ ഹൈ എന്താണ്? ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്. എന്തുവാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നാമവിശേഷണം. അപ്പോൾ ഇവിടുത്തെ നാമം എന്ന് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത് പ്രൈസാണ്. അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണോ അതിനെയാണ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈ പ്രൈസ് എന്ന് പറയുന്നുണ്ട്, പ്രൈസിനെ ഒന്ന് വ്യക്തമാക്കി തരുന്നു, ഹൈ ആണോ ലോ ആണോ. അപ്പോൾ അതാണ് അഡ്ജക്റ്റീവ്. ഇനി അടുത്ത ചോദ്യം, ടോം സെഡ് ഐ ആം ലീവിങ് ഫോർ മദ്രാസ് ടുമാറോ. റിപ്പോർട്ട് ദ സെന്റൻസ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം ഉണ്ട്. നമുക്ക് നോക്കാം. ടോം സെഡ്, ഇവിടെ V2ലാണ്, സെഡിലാണ് കിടക്കുന്നത് എങ്കിൽ ഇങ്ങോട്ടുള്ളത് ചേഞ്ച് ഉണ്ട്. നമുക്ക് നോക്കാം. ടോം സെഡ് ദാറ്റ്, ഐ എന്താവും? ഹീ ആവും. ഹീ. ഐ ആം ലീവിങ്, അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ ഹീ വാസ് ലീവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ടോം സെഡ് ദാറ്റ്, ഇവിടെ ദാറ്റ് ഇല്ല, ഓപ്ഷൻ എയിൽ ദാറ്റ് ഇല്ല. ശ്രദ്ധിക്കുക, കണക്റ്റിംഗ് വേർഡ് തീർച്ചയായും വേണം, ദാറ്റ്. അപ്പോൾ ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ടുമാറോ എന്താവും? ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്താവും? ദ പ്രീവിയസ് ഡേ. അപ്പോൾ ആ ചേഞ്ചും ഒന്ന് ഓർക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കറക്റ്റ് വേർഡ് എമംഗ് ദ ഫോളോവിങ് സീരീസ്. തന്നിട്ടുള്ള കറക്റ്റ് സ്പെൽ ചെക്കാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ സ്പെല്ലിംഗ് QUEUE. അടുത്ത ചോദ്യം, ഐ കുഡിൻറ്റ് ടോളറേറ്റ് ഹെർ ബിഹേവിയർ. ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ ടോളറേറ്റ്, സഹിക്കുക, അതിന് ഉള്ള ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്തുവാണ്? ടോളറേറ്റ്. പുട്ട് ഔട്ട് എന്തുവാണ്? എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക. പുട്ട് ഡൗൺ സപ്രസ് ആണ്. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, നീട്ടി വയ്ക്കുക. അടുത്ത ചോദ്യം, മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് ഡാഷ് ഐ വർക്ക് ഓൺ മൈ ഓൺ ടൗൺ വേറസ്. അപ്പോൾ ബാക്കി ഓപ്ഷൻ നോക്കിയാൽ മതി. അതിൽ നിന്ന് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നതാണ്, വേറസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ. ഇവിടെ ശ്രദ്ധിക്കുക, ആൻഡ് ആം ചെയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആം ചെയർ ആകുമ്പോൾ ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള, നമുക്ക് രണ്ട് സൈഡിൽ കൈ വയ്ക്കാവുന്ന ഒരു ചെയർ. അപ്പോൾ ആം ചെയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് ഇന്നായിരിക്കും, അകത്ത്. എന്നാൽ വെറും ചെയർ ആണ് പറയുന്നതെങ്കിൽ ഓൺ കുഴപ്പമില്ല. അപ്പോൾ ഷീ സിറ്റ്സ് ഇൻ ആൻ ആം ചെയർ. ഷീ ഹാസ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വൈൽ സ്പീക്കിംഗ് ടു ഹർ റിലേറ്റീവ്സ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഓപ്ഷൻ എ ആണ് സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. അപ്പോൾ രണ്ടും കഴിഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ കാര്യങ്ങളാകുമ്പം V2 ഫോം വരണം. V2 ഉള്ളത് ഒരെണ്ണമാണ് ഇവിടെ, മെറ്റ്. മീറ്റ്, മെറ്റ്, മെറ്റ്. അപ്പോൾ ഐ മെറ്റ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഹാഡ് ഐ നോൺ ദിസ് ഡാഷ്.
ഇത് നമുക്ക് കണ്ടിട്ട് ഇഫ് ക്ലോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഹാഡ് ഐ നോൺ ദിസ്, ഇവിടെ ഹാഡ് ഉണ്ട്, നോൺ ഉണ്ട്. അപ്പോൾ V2 അതായത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വുഡ് ഹാവ് റെഫർ ചെയ്യും. പിന്നെയുള്ളത് V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. വുഡ് ഹാവ് കഴിഞ്ഞിട്ട് V3 വരണം. ഇവിടെ എല്ലാം കീപ്പ്, എന്നാൽ ഇവിടെ കെപ്റ്റ് ഉണ്ടെങ്കിൽ വില്ലാണുള്ളത്. അപ്പോൾ ഇത് ക്യാൻസലായിപ്പോയി, ഇത് ക്യാൻസലായിപ്പോയി, ഇതും ക്യാൻസലായി. ബാക്കിയുള്ളത് ഓപ്ഷൻ ഡി മാത്രമാണ്. ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. അടുത്ത ചോദ്യം, ദ ഓൾഡ് മാൻ ഹൂ ലീവ്സ് ഇൻ മൈ നെയ്ബർഹുഡ് ഈസ് ഡാഷ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ കാണാൻ പഠിക്കുക. യൂണിവേഴ്സിറ്റി എന്ന് മലയാളത്തിൽ തന്നെ എഴുതുക. അപ്പോൾ യൂണിവേഴ്സിറ്റി, അപ്പോൾ യായാണ് വരുന്നത്, വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരമാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ എ ഉപയോഗിക്കും. എന്നാൽ സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. ദ പ്രിഫിക്സ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ്. അപ്പോൾ ആൻഡ് എതിരായി എന്നത് ഏതിന് പകരമായി നമുക്ക് ഉപയോഗിക്കാം? ലൈക്ക് ആണോ, ബിഫോർ ആണോ, എഗനിസ്റ്റ് ആണോ, റൗണ്ട്? ഓപ്ഷൻ സി എഗനിസ്റ്റ്. There are plans to rebuild to the town hall, but it does not happen for another 5 years. Option C may not happen for another 5 years. സാധ്യതയില്ല. Ram and Shyam are friends. The former is short but the dash is very stout. ഓപ്ഷൻ ബി ആണ് ലേറ്റർ. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുമ്പോൾ രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ER വരുന്നതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളത് ഈ ലെറ്റർ സ്പെല്ലിംഗ് ഇത് വേറെയാണ്. നമുക്ക് ഡബിൾ ടി വേണം. ലെറ്റർ ആണ് ആൻസർ. എന്നാൽ രണ്ട് വ്യക്തികളെ കൂടുതൽ വ്യക്തികളുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലേറ്റസ്റ്റ് വരും, EST വരുന്നതാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വ്യക്തികളാണെങ്കിൽ ER, രണ്ടിൽ കൂടുതലാണെങ്കിൽ സൂപ്പർലേറ്റീവ് EST. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. അപ്പോൾ എയ്തർ ഓർ ഇങ്ങനെയൊക്കെയാണ് കണക്റ്റിംഗ് വേർഡ് ഉള്ളതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റ് റെഫർ ചെയ്യണം. ഏതിന്? നമ്മുടെ ഓക്സിലറി വെർബിന്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കാം. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ പ്ലൂറലായിട്ടുള്ളത് ഓപ്ഷൻ സി ഉണ്ട്, ഡി ഉണ്ട്. ഇവിടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. എയ്തർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് കം. ദ മീനിങ് ഓഫ് ദ ടേം നോട്ട് ആ ബീൻ. നോട്ട് ആ ബീൻ്റെ മീനിങ് നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നോട്ടൊക്കെ എഴുതുമ്പോൾ NB എന്നിട്ട് വയ്ക്കാറുണ്ടല്ലോ, അതുതന്നെയാണ് നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ. ഇതൊന്ന് കുറിച്ച് വെച്ച് പഠിക്കുക. അതിനോടനുബന്ധമായും കളക്ട് ചെയ്ത് നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കുന്നതാണ് നമ്മുടെ ഓർമ്മശക്തിയിൽ കൂടുതൽ കാലം നിലനിൽക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.